വെൽക്കം ടു ഡീൽസ് കേരള മിഡിൽ ഈസ്റ്റ് വാർ അപ്ഡേറ്റ്സ്. പശ്ചിമേഷ്യയിൽ അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ എന്നീ രാജ്യങ്ങൾ തമ്മിൽ ആരംഭിച്ച യുദ്ധം കൂടുതൽ വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് പുതിയ സുരക്ഷാ മുന്നറിയിപ്പുകളും ആക്രമണങ്ങളും ലോകത്തെ ആശങ്കപ്പെടുത്തുന്നത്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഈ യുദ്ധം ഇപ്പോൾ 12ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനിടെ ലോകത്തെ ഏറ്റവും ശക്തമായ രഹസ്യാന്വേഷണ ഏജൻസികളിലൊന്നായ FBI പുറത്തുവിട്ട സുരക്ഷാ മുന്നറിയിപ്പാണ് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. കാലിഫോർണിയയിൽ അപ്രതീക്ഷിത ഡ്രോൺ ആക്രമണങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പാണ് FBI അമേരിക്കയിലെ വിവിധ നിയമനിർവഹണ ഏജൻസികൾക്ക് നൽകിയത്. ഇറാനെതിരെ നടത്തുന്ന സൈനിക നടപടികൾക്ക് പ്രതികാരമായി ഇറാൻ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ശ്രമിക്കാമെന്നാണ് മുന്നറിയിപ്പ്. ലോസ് ആഞ്ചലസ് ജോയിന്റ് റീജിയണൽ ഇന്റലിജൻസ് സെന്ററിന്റെ സഹായത്തോടെ പുറത്തിറക്കിയ ഈ രഹസ്യ ബുള്ളറ്റിൻ കഴിഞ്ഞ മാസം വിവിധ സുരക്ഷാ ഏജൻസികൾക്ക് കൈമാറിയതായിരുന്നു. പിന്നീടിത് പുറത്തുവന്നതോടെ അമേരിക്കയിൽ ആശങ്ക വർദ്ധിച്ചു. എന്നാൽ വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആശങ്കകൾ തള്ളിക്കളഞ്ഞു. അമേരിക്കൻ മാതൃരാജ്യത്തിനു നേരെ ഇറാൻ പിന്തുണയുള്ള ആക്രമണങ്ങൾ നടക്കുമെന്നതിന് നിലവിൽ വ്യക്തമായ തെളിവുകളില്ലെന്നാണ് ട്രംപ് പറഞ്ഞത്. കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസവും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. സംസ്ഥാനത്തിന് നേരെ അടിയന്തര ഭീഷണിയൊന്നുമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇതിനിടെ യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും ആക്രമണം നേരിട്ടിരുന്നു. യുദ്ധത്തിന്റെ 2ാം ദിവസം കുവൈത്തിലെ ഒരു സൈനിക താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ നിരവധി US സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. വ്യോമാക്രമണങ്ങളിൽ ഇറാന്റെ പരമോന്നത നേതാവും മറ്റു ചില ഉന്നത ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാൻ ശക്തമായ തിരിച്ചടിയാണ് ആരംഭിച്ചത്. ഇസ്രയേലിനും അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങൾക്കും നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ 2 ആഴ്ച നീണ്ട ശക്തമായ ബോംബാക്രമണങ്ങൾക്ക് ശേഷവും ഇറാന്റെ ഭരണകൂടം തകർച്ചയുടെ വക്കിലെത്തിയിട്ടില്ലെന്നാണ് US ഇന്റലിജൻസ് വിലയിരുത്തുന്നത്. ഭരണകൂടം ഇപ്പോഴും രാജ്യത്തിന്റെ നിയന്ത്രണം നിലനിർത്തുന്നുണ്ടെന്നും പൊതുജനങ്ങളെ നിയന്ത്രണത്തിലാക്കാൻ കഴിയുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അയത്തുള്ള അലി ഖാമനേയുടെ മരണശേഷം ഇറാനിലെ അധികാരഘടനയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഖാമനേയുടെ മകൻ മോജ്തബ ഖാമനേയെ പുതിയ പരമോന്നത നേതാവായി പ്രഖ്യാപിച്ചതായി അസംബ്ലി ഓഫ് എക്സ്പേർട്സ് അറിയിച്ചു. ഇതിനിടെ ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ നിലം പരിശാക്കുക എന്ന ലക്ഷ്യം ഇസ്രയേലിനുണ്ടെന്നാണ് ചില വിശകലനങ്ങൾ പറയുന്നത്. എന്നാൽ കരസേനയെ ഇറാനിലേക്ക് അയക്കാതെ അത്തരമൊരു ലക്ഷ്യം നേടാൻ എളുപ്പമല്ലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇറാനിൽ ജനകീയ പ്രതിഷേധങ്ങൾക്ക് അവസരം ലഭിക്കാൻ അമേരിക്കയോ സഖ്യകക്ഷികളോ കരസേനയെ അയക്കേണ്ടി വരുമെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ഇറാനിലേക്ക് സൈന്യത്തെ അയക്കുന്നതിനെക്കുറിച്ച് ട്രംപ് ഭരണകൂടം ഇപ്പോഴും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അതേസമയം ഇറാനെതിരെ പോരാടാൻ കുർദിസ് സേനകൾക്ക് ആയുധക്കുറവുണ്ടെന്നാണ് US ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാഖിൽ പ്രവർത്തിക്കുന്ന ഇറാനിയൻ കുർദിസ് മിലീഷ്യകൾക്ക് അമേരിക്ക സഹായം നൽകുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ട്. യുദ്ധത്തിന്റെ സാമ്പത്തിക ചിലവും ഇതിനകം തന്നെ അമേരിക്കയെ ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. യുദ്ധത്തിന്റെ ആദ്യ 6 ദിവസങ്ങളിൽ മാത്രം അമേരിക്കയ്ക്ക് $11.3 ബില്യൺ നഷ്ടമുണ്ടായെന്നാണ് കോൺഗ്രസിന് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഈ കണക്കിൽ യുദ്ധത്തിന്റെ മുഴുവൻ ചിലവുകളും ഉൾപ്പെടുത്തിയിട്ടില്ല. യുദ്ധം തുടരുന്നതിനാൽ കൂടുതൽ ധനസഹായത്തിനായി വൈറ്റ് ഹൌസ് കോൺഗ്രസിനോട് ഉടൻ അപേക്ഷിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ചില ഉദ്യോഗസ്ഥർ $50 ബില്യൺ ഫണ്ടിംഗ് ആവശ്യമുണ്ടാകാമെന്നാണ് പറയുന്നത്. ഇതിനിടെ ഗൾഫ് മേഖലയിലെ സമുദ്ര സുരക്ഷയും വലിയ ആശങ്കയായി മാറുകയാണ്. ലോകത്തിലെ ഏതാണ്ട് 5-1 എണ്ണ കയറ്റുമതി ചെയ്യുന്ന ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ വലിയ സംഘർഷ മേഖലയായി മാറിയിരിക്കുകയാണ്. സമീപകാലത്ത് എണ്ണ ടാങ്കറുകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളിൽ നാവിക ഡ്രോണുകൾ ഉപയോഗിച്ചതായാണ് റിപ്പോർട്ടുകൾ. മാർച്ച് 1-ന് ഒമാൻ തീരത്തിന് സമീപം ഒരു ക്രൂഡ് ഓയിൽ ടാങ്കറിന് നേരെ ആക്രമണം നടന്നു. ആളില്ലാത്ത ഉപരിതല കപ്പലിൽ ഇടിച്ചതിനെ തുടർന്ന് വലിയ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായി. ഒരു ക്രൂ മെമ്പർ മരണപ്പെട്ടു. ഇതിനു പിന്നാലെ ഇറാഖിലെ ഖോർ അൽ സുബൈർ തുറമുഖത്തിന് സമീപവും മറ്റൊരു ടാങ്കറിന് നേരെ ആക്രമണം റിപ്പോർട്ട് ചെയ്തു. ഓൺലൈനിൽ പ്രചരിച്ച വീഡിയോയിൽ സ്പീഡ് ബോട്ടിനെ പോലെ തോന്നുന്ന ഒരു ചെറിയ നാവിക ഡ്രോൺ കപ്പലിലേക്ക് പാഞ്ഞുവരുന്നതും പിന്നീട് സ്ഫോടനമുണ്ടാകുന്നതും കാണാം. ഈ ആക്രമണത്തിനു പിന്നിൽ ഇറാൻ ഉണ്ടാകാമെന്നാണ് ചില സമുദ്ര സുരക്ഷാ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതിനിടെ ഇറാൻ ഒരു വലിയ മുന്നറിയിപ്പും നൽകി. വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ ലോകം ബാരലിന് $200 വിലയുള്ള എണ്ണ വാങ്ങാൻ തയ്യാറാകണമെന്ന് ഇറാൻ പറഞ്ഞു. 1970കൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ എണ്ണ പ്രതിസന്ധിയിലേക്കാണ് ലോകം നീങ്ങുന്നതെന്നാണ് ചില സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ ഏകദേശം 2000 പേർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ. ഇവരിൽ
ഭൂരിഭാഗവും ഇറാനും ലെബനനും സ്വദേശികളാണ്. ഇതിനിടെ ഇറാനിലെ ഒരു പെൺകുട്ടികളുടെ സ്കൂളിന് നേരെ നടന്ന ആക്രമണവും വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ 150 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടതായി ഇറാൻ ഐക്യരാഷ്ട്രസഭയിൽ ആരോപിച്ചു. യുഎസ് സൈന്യം പഴയ ഇന്റലിജൻസ് വിവരങ്ങൾ ഉപയോഗിച്ചതാണ് ഈ ദുരന്തത്തിന് കാരണമായിരിക്കാമെന്ന് ചില സ്രോതസ്സുകൾ പറയുന്നു. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണ കയറ്റുമതി ഇപ്പോഴും തുടരുകയാണ്. ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെ ഇറാൻ ഏകദേശം 13.7 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്തു. മാർച്ചിലെ ഒന്നാം 11 ദിവസങ്ങളിൽ മാത്രം ഇറാന്റെ എണ്ണ കയറ്റുമതി 16.5 ബില്യൺ ബാരലായി ഉയർന്നിട്ടുണ്ട്. ഇതിനിടെ ഇന്ത്യയിലേക്ക് ചരക്കുമായി പുറപ്പെട്ട ഒരു തായ് കപ്പലിനും ഹോർമുസ് കടലിടുക്കിൽ ആക്രമണം നേരിട്ടു. യുഎഇയിലെ ഖലീഫ തുറമുഖത്തിൽ നിന്ന് ഗുജറാത്തിലെ കണ്ട്ല തുറമുഖത്തേക്ക് വരികയായിരുന്ന മയൂരി നാരി എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. മിസൈൽ ആക്രമണത്തെ തുടർന്ന് കപ്പലിന്റെ എഞ്ചിൻ റൂമിൽ തീപിടിക്കുകയും 23 ജീവനക്കാരിൽ 20 പേർ ലൈഫ് ബോട്ടുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടുകയും ചെയ്തു. 3 പേരെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഒരേ ദിവസം 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ വ്യാപാര കപ്പലുകൾക്ക് സൈനിക അകമ്പടി നൽകാൻ കഴിയില്ലെന്ന് യുഎസ് നാവികസേന വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ ആഗോള ഷിപ്പിംഗ് മേഖലയിലെ ആശങ്കകൾ കൂടുതൽ ശക്തമായി. അതേസമയം കായിക മേഖലയിലും യുദ്ധത്തിന്റെ പ്രതിഫലനം കാണാൻ തുടങ്ങി. 2026 ഫിഫ വേൾഡ് കപ്പിൽ ഇറാന് പങ്കെടുക്കാൻ കഴിയില്ലെന്ന് ഇറാന്റെ കായിക മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക, കാനഡ, മെക്സിക്കോ രാജ്യങ്ങൾ ചേർന്നാണ് 2026 വേൾഡ് കപ്പ് സംഘടിപ്പിക്കുന്നത്. ഇറാന്റെ ഗ്രൂപ്പ് മത്സരങ്ങൾ അമേരിക്കയിൽ നടക്കാനിരുന്നതാണ്. ഇതിനിടെ യൂറോപ്യൻ രാജ്യങ്ങളിലെയും പ്രതിഷേധം ശക്തമായി. ഇറാനെതിരെയുള്ള യുഎസ്-ഇസ്രയേൽ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് സ്പെയിൻ ഇസ്രയേലിലെ അംബാസഡറെ പിൻവലിച്ചു. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം താഴ്ന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം ഇപ്പോൾ സൈനിക മേഖലയെ മാത്രമല്ല, ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും ഊർജ്ജ വിപണിയെയും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെയും ശക്തമായി ബാധിക്കുന്ന ഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ഈ സംഘർഷം അടുത്ത ദിവസങ്ങളിൽ ഏത് ദിശയിലേക്ക് മാറുമെന്നതാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഡീൽസ് കേരള.